guys, welcome back to my YouTube channel. This is Tejutango and you're watching Tejutango Diaries. അപ്പോൾ ഞാനും അമ്മയും കൂടെ ഒരു ചലഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ്. എന്താ ചലഞ്ച്? ഡ്രസ്. ഈ കുട്ടി എന്താ വൺ വേർഡ് ആൻസർ പറയുന്ന പോലെ. ഗൈസ്, നമ്മൾ ആക്ച്വലി ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യും. സോ ആ ബഡ്ജറ്റിന് അമ്മ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഞാൻ അമ്മക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുമാണ് എടുക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഭയങ്കര നോർമൽ ചലഞ്ചാണോ. ഇതിലൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അമ്മ എനിക്ക് വേണ്ടി ചൂസ് ചെയ്യുന്ന ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെടണം എന്നില്ല. അമ്മക്ക് ഇഷ്ടമുള്ള ഡ്രസ്സായിരിക്കും അമ്മ എനിക്ക് വേണ്ടി ചൂസ് ചെയ്യുക. അത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നില്ല. കാരണം അമ്മൻ്റെ വഴിക്കൊരു കടയിൽ പോകും, ഞാൻ എൻ്റെ വഴിക്കൊരു കടയിൽ പോകും. ഞാൻ എന്താ വാങ്ങുന്നത് അമ്മക്കും അറിയില്ല, അമ്മ എന്താ വാങ്ങുന്നത് എനിക്കും അറിയാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ വാങ്ങിച്ചെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഡ്രസ്സ് റിവീൽ ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ ഇടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്ന ബഡ്ജറ്റിന് വെച്ചാൽ 2000 rupees ഒരാൾക്ക്. ഡ്രസ്സ് വാങ്ങാൻ ഈ ലോകത്ത് അമ്മേനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എന്നിട്ടാണ് ഈ പർച്ചൽ. നിനക്ക് പറ്റുന്നത് വേണ്ടേ? എനിക്ക് പറ്റണതല്ല, നിങ്ങൾക്ക് ഇഷ്ടം. ഞാൻ ഒരു കാര്യം ചെയ്യാം, എനിക്ക് പറ്റുന്നത് എടുക്കാം. എന്നിട്ട് നിനക്ക് അങ്ങനെ ഈ നിർത്തുന്നു. അമ്മ, ഇതിന്റെ ഒരു കളങ്കപ്പെടുത്തല്ലേ ഇതെന്ന് വെച്ചാൽ. നിങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുക്കുന്ന കളിയല്ല. നീ ഇടാണ്ട് അത് കുഴപ്പമില്ല. ഇതിന്റെ വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് അമ്മ ചെയ്യണത്. അമ്മക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയിട്ട് പിന്നീട് അമ്മക്ക് ഇടാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനത്തെ ഡ്രസ്സാണെങ്കിൽ അപ്പം തന്നെ നമ്മളത് തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ അമ്മക്ക് നമ്മൾ 2000 rupees കൊടുക്കും, എനിക്ക് 2000 rupees ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും 2 കടയിൽ പോവാണ്. അപ്പോൾ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് നോക്കാം. ബാക്കി വീഡിയോക്ക് വന്നതിന് മുന്നേ അമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ടിപ്പ് പറഞ്ഞിരുന്നുണ്ട്. ഇതാണ് അകാറുണ്ട് ഓട്ടോമാറ്റിക് ഫുഡ് സ്പാ മസാജ്. വീട്ടിലിരുന്നിട്ട് നമ്മുടെ കാലിനൊരു സ്പാ വൈബ് കൊടുക്കും. ഇതിന് ടോപ്പിൽ റിമൂവബിൾ കവർ ആൻഡ് ഹാൻഡിൽ, ഉള്ളിൽ 6 മോട്ടറൈസ്ഡ് ഓട്ടോമാറ്റിക് മസാജർ റോൾ, ഒരു റൊട്ടേറ്റബിൾ പമ്പിംഗ് സ്റ്റോൺ, ഡെഡ് സെൽസ് റിമൂവ് ചെയ്യും, ബബിൾസ് വരാൻ 2 ബബിൾ ഹോൾസ്. ഇതിനകത്ത് മിനിമം മാക്സിമം മാർക്ക് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ്ലി വാട്ടർ ഫിൽ, ബോഡി വാഷ് എന്തെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് ഓൺ ആക്കാം. കൺട്രോൾ പാനലിൽ കാണുന്ന ഈ 2 ബട്ടൺസ് യൂസ് ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ 35 to 48 degrees Celsius വരെ കൺട്രോൾ ചെയ്യാം. സ്പാ പ്രസ് ചെയ്യുമ്പോൾ ബബിൾസ് ക്രിയേറ്റ്. അതിന് ടൈമർ നമുക്ക് 10 minutes to 60 minutes വരെ കൺട്രോൾ ചെയ്യാം. മസാജ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ റോളേഴ്സ് റോൾ ചെയ്യും. മസാജിങ് സ്ലോ വേണോ ഫാസ്റ്റ് ആവുന്ന കൺട്രോൾ ചെയ്യാൻ 3 modes. പമ്പിംഗ് സ്റ്റോണിൽ നമുക്ക് നമ്മുടെ കാലിലെ ഡെഡ് സെൽസ് കളയാം. സെറ്റ് ചെയ്ത ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓഫ്. അതിനുശേഷം ഡ്രെയിൻ പൈപ്പിലൂടെ വാട്ടർ റിലീസ് ചെയ്യും. ബാക്കി കുറച്ചുള്ള വെള്ളം ഒരു ഡ്രൈ ക്ലോത്തിൽ ക്ലീൻ. സോ ഫൈനൽ റിസൾട്ട് ആയിട്ട് വീട്ടിലിരുന്നതിന് നമുക്ക് നമ്മുടെ കാലിനെ സൂപ്പർ. പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം, വേണേൽ കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിലോട്ട് പോവാം. ഞാൻ എടുക്കുന്ന അവൾക്ക് സാധാരണ ഇഷ്ടാവില്ല. ഗൈസ്, ഞാൻ എപ്പോഴും അമ്മോട് പറയുന്നതാണ് ഈ ചുരിദാറും കുർത്തിയും ഇട്ട് നടക്കല്ലേ, വേറെ എന്തെങ്കിലും ഇടുന്നു. അപ്പം അമ്മ കേൾക്കില്ല. അപ്പം എൻ്റെ ചോയ്സിന് എടുത്താലും എനിക്ക് തോന്നുന്നില്ല, എന്നാലും എടുത്ത് നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓവർ സൈസ്ഡ് ടീഷർട്ടും ഓവർ സൈസ്ഡ് പാൻറ്റും അമ്മക്ക് വാങ്ങാന്നാണ്. ഞാനൊരു സ്ലീവ്ലെസ് ഫ്രോക്ക് അങ്ങനെ എന്തെങ്കിലും കുറച്ച് നല്ല ഭംഗിയുള്ള കളേഴ്സുള്ള ഒരു സ്ലീവ്ലെസ് ഫ്രോക്കാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അതാകുമ്പോൾ ആ കംഫർട്ടബിൾ ആണ്, നല്ല ബളബളാന്നായിരിക്കും. ചിലപ്പോൾ അവൾക്ക് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാൽ എൻ്റെ ഇഷ്ടം ഞാൻ എടുക്കും. അവൾ ഇടാതിരിക്കുമെന്ന് എനിക്കറിയില്ല. ഇത് അമ്മ ഇട്ടാൽ പൊളിക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഞാൻ യൂസ് സ്റ്റൈലാണ് കയറുന്നത്, അമ്മ സ്റ്റുഡിയോയിലാണ് കയറുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നോക്കാം. ഗൈസ്, എനിക്ക് നല്ല ലക്ഷ്യബോധമുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇനി എടുത്തു. നമ്മളൊരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് ഇട്ടത്. ഇതിൻ്റെ ബാക്കിൽ നല്ല പ്രിന്റ് ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നല്ല കൂളായിട്ടുള്ള ലുക്ക് തന്നെ. പിന്നെ വൈറ്റ് പാൻറ്റാണ് എടുത്തത്, കാരണം ആ ഒരു എസ്തറ്റിക് മോം ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഇത് അമ്മ ഇടുമ്പോഴൊരു രൂപ കാര്യം കൊള്ളാം. അപ്പോൾ അടുത്ത് നമുക്ക് ആക്സസറീസ് നോക്കാം. ആക്ച്വലി ഞാൻ ആക്സസറീസിന് സ്റ്റൈൽ എന്തെങ്കിലും കുറച്ച് വീക്കാണ്. നമുക്ക് കുറച്ച് കൂളായിട്ടുള്ള എന്തെങ്കിലും ആക്സസറീസ്, കാരണം ഇത് ഓവർ സൈസ്ഡ് ആണ്. അപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഇത്തിരി കൂളായിട്ട് വേണം. ഒരു സ്റ്റഡും കഴുത്തിലൊന്നും വേണം. ഓക്കെ, അപ്പോൾ കമ്മലും കയ്യിലിടുന്നത് മാത്രം നമ്മൾ ആക്സസറീസ് നോക്കുന്നത്. അതും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ തപ്പാം. ബാഗ് കണ്ടു, പക്ഷേ ഇത് ബഡ്ജറ്റിന്റെ പുറത്താണ്, അതുകൊണ്ട് വാങ്ങാൻ പറ്റില്ല. പക്ഷെ ഇത് ഇട്ടാൽ സൂപ്പറായിട്ട് ഉണ്ടാവും. ഗൈസ്, അങ്ങനെ എൻ്റെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഞാൻ 1/2 മണിക്കൂറൊക്കെ എടുത്തുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും എടുത്തില്ല. ആൻഡ് നമ്മുടെ ബില്ലിൻ്റെ എമൗണ്ട് വന്നിട്ട് 1996 ആണ്. ഞാൻ കയ്യിൽ 2 ആക്സസറീസ് നമുക്ക് വാങ്ങിച്ചു. പക്ഷെ വില അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റിയിട്ട് ഒന്നെടുത്തു. പിന്നെ ഞാൻ ആദ്യം വാങ്ങിച്ച കൂളിംഗ് ഗ്ലാസ്സിന് 400 ആയിരുന്നു. പിന്നെ അതിൻ്റെ വില കൂടിയതുകൊണ്ട് ഞാൻ 300-ൻ്റെ ആയിരുന്നു കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചത്. അത് ഞാൻ കറക്റ്റ് 2000-ൻ്റെ ഉള്ളിൽ തികച്ചു. പക്ഷേ ഈ ബില്ലിനകത്ത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള 1 കാണാൻ പറ്റുന്നില്ല. കണ്ടോ?
ശരിക്കും 1996 റുപ്പീസ് നമ്മൾ തേച്ചു. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അമ്മേനെ വിളിച്ചിട്ട് എന്തായിരുന്നു ചോദിക്കാം. റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. അതായത് അമ്മേൻ്റെയും കഴിഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയപ്പോഴത്തേനെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഞാൻ ആക്ച്വലി ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഓവർ സൈസ് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചീത്ത പറയും, ഓ ഇതെന്ത് തന്തപ്പൊക്കെ ഇടുന്നു കോഴിക്ക് കുപ്പായിട്ട പോലെയെന്നൊക്കെ. അത് അമ്മ ഇടണം, എനിക്കത് കാണണം. ഓക്കെ, അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അമ്മ അത് ഇടുമ്പോൾ എങ്ങനെയാണ്, കാരണം അമ്മ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് റിവീൽ ചെയ്ത് ഡ്രസ്സ് ഇടാം. അമ്മ എനിക്കെന്തോ വാങ്ങിച്ചെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മ എനിക്ക് വലുതായി പണിയൊന്നും തരത്തുണ്ടാവില്ല. കാരണം അമ്മേൻ്റെ അമ്മയാണല്ലോ. ഞാൻ പിന്നെ മോളായതുകൊണ്ട് ഇന്ന് തോന്നിയ മാസം എനിക്ക് ചെയ്യാം. പക്ഷെ അമ്മേൻ്റെ അമ്മയായതുകൊണ്ട് ഒന്നും ചെയ്യില്ല വിചാരിക്കും. നമുക്ക് വേഗം ഞാൻ വണ്ടി എടുത്ത് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോട്ടെ. ഗൈസ്, അങ്ങനെ നമ്മൾ തീർച്ച വീട്ടിലെത്തി. അമ്മ എക്സൈറ്റഡ് ആണോ? നീ എന്തെങ്കിലും ഒപ്പിക്കുന്ന എനിക്കറിയാം. ഞാൻ ഒന്നും ഒപ്പിക്കില്ല. ഞാൻ എന്താണോ കണ്ടന്റ് അതിനെ നീതി പുലർത്തുന്ന പോലെ എന്റെ പെരുമാറും. അതന്നെ ഞാൻ പറഞ്ഞു. ഞാൻ എപ്പോഴും ഇടുന്ന പോലത്തെ നീ വാങ്ങിക്കില്ല. ഉറക്കെ പറയണം, എന്ത് പറയണ്ടെങ്കിലും. ഞാൻ ഇടുന്ന പോലത്തെ അല്ല നീ വാങ്ങിക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ ആദ്യം അമ്മ കാണിക്കട്ടെ എന്താണ് അമ്മ എനിക്ക് വേണ്ടി വാങ്ങിച്ചത്. രണ്ടാമത് ഞാൻ എന്താ വാങ്ങിച്ചത് ഞാൻ കാണിക്കാം. ഓക്കെ, കാണിക്ക്. എന്താണ് ഞാൻ നീ ഇടുന്ന പോലത്തേക്ക് തന്നെ വാങ്ങിക്കുക. ഈ ഇതിനകത്ത് അങ്ങനത്തെ ഒന്നും റൂളില്ല. അമ്മക്ക് ഇഷ്ടമുള്ളത് നീ ഇട്ട് കാണുമ്പോ എനിക്ക് ഇഷ്ടം കുഴപ്പമില്ല, അത് അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ വെറൈറ്റി ആയിട്ട് നോക്കി. ഞാനും വെറൈറ്റി നോക്കിയിട്ടില്ല. ആദ്യം ഞാൻ 2 എടുത്തിട്ടുണ്ട്. ആർക്ക്? അതായത് അങ്ങനെയല്ല, ഒരെണ്ണം ചെറുത്ത് കാണിച്ചു തരാം. അപ്പൊ നീ ഇത് ഒന്നേ ഉള്ളൂ ചോദിക്കും. അതല്ല അത് ഒന്നേ ഉള്ളൂ ചോദിക്കണം എന്നൊക്കെ. നിങ്ങൾ എനിക്ക് നല്ലതൊക്കെ വാങ്ങിച്ചു തരും. ഓക്കെ, താങ്ക് യു. അടുത്തതോ? ജസ്റ്റ് ഒരു ടോപ്പ് എനിക്ക് കണ്ടപ്പോ ഇഷ്ടമായി. അപ്പൊ ഇതിന്റെ അടിയിലിടാനൊന്നുമില്ല, ഔട്ട്ഫിറ്റ് വാങ്ങാൻ പറഞ്ഞു. അല്ല, ഇത് എക്സ്ട്രാ. ഇത് എക്സ്ട്രാ എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പൊ ഈ സാധനം അമ്മ ഗെയിമിന് വേണ്ടി വാങ്ങിയതല്ല. ഇല്ല, ഇതെന്താ ചെയ്യാൻ എക്സ്ട്രാ എനിക്ക് കണ്ടപ്പോ ഇഷ്ടമായി. നല്ല ടോപ്പല്ലേ? താങ്ക് യു, എനിക്കിഷ്ടായി. അടുത്തത് ഇഷ്ടായി. സാധാരണ എന്റെ ചോയ്സ്. അടുത്ത എടുക്ക്. കളർഫുൾ എന്തോ. ശരിക്കോ? രസമുണ്ട്. നിങ്ങളെ പൊട്ട വേണം പറഞ്ഞിട്ടാണ് ഇത് വാങ്ങിയില്ല. നീ ചിലപ്പോ നിനക്ക് ഇഷ്ടമല്ല. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ബില്ല് ചെയ്യുമ്പോ ആലോചിച്ചു, ഇത് മിക്കവാറും എക്സ്ചേഞ്ചിന് വരേണ്ട വരുന്നു. ഇവിടെ കോട്ട ഇല്ല, കോട്ടയില്ല. ഓക്കെ ഗൈസ്, ഇതാണ് അമ്മ എനിക്ക് വാങ്ങിച്ച ഡ്രസ്സ്. ഒരു മാക്സി പോലെ അല്ലേ? അല്ല, ഒരു 3/4. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട്. കൈ ഇങ്ങനെ നൂഡിൽസ് സ്ട്രാപ്പായിട്ട് ഇവിടെ ഭയങ്കര വലിയുന്നത്, അതുകൊണ്ട് ഫിറ്റ് കറക്റ്റ് ആയിരിക്കും എനിക്ക്. ഞാൻ കുറച്ച് സ്ലിം ആയതുകൊണ്ട് എനിക്ക് എല്ലാം കറക്റ്റ് ആവണമെന്നില്ല. ആക്സസറീസോ? അത് അപ്പത്തേനും കവറിനെ അപ്പുറത്ത് എറിഞ്ഞു. എന്താണ് അവിടെ സ്റ്റുഡിയോയിൽ ആക്സസറീസ് ഇല്ല. ശരിയാണ്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. വൈറ്റും ബ്ലാക്കും ശരി ശരി. അപ്പോ കോമൺ ആയിട്ട് ബ്ലാക്ക് ഇട്ട്. ഓക്കെ, രസമുണ്ട്. താങ്ക് യു. അപ്പൊ ഇതാണ് അമ്മ എനിക്ക് വേണ്ടി വാങ്ങിയത്. ഇനി ഞാൻ അമ്മക്ക് വേണ്ടി വാങ്ങിയത്. ഫസ്റ്റ് ഞാൻ ആക്സസറീസ് എടുക്കാം. അമ്മയ്ക്കുള്ള ഫസ്റ്റ് ആക്സസറി. നീ എന്നെ കോമളിയാക്കൂടാ. അമ്മക്കുള്ള സെക്കൻഡ് ആക്സസറി. നീ എന്നെ ബ്രേസ്ലെറ്റ്. അതെല്ലാം കൂടെ ഒന്നിച്ചിടണം. അങ്ങനെയാണ്. വല്ല കല്ലിമാലി വെക്കാൻ പോണ. ഇല്ല, ഇത് ഗൈസ്, ഇത് ഭയങ്കര ഞാൻ അവരോട് പറഞ്ഞു ഒരു വെറൈറ്റി സാധനം ഉണ്ട് എന്ന്. ഓക്കെ, അടുത്തത് അമ്മക്ക്. ഓക്കെ, ഞാൻ ഒരു ഹിന്റ് തരാം. എന്താന്ന്, ഞാൻ ഏത് ഡ്രസ്സ് ഏറ്റവും കൂടുതൽ ഇടാറ്, എന്നിട്ട് നിങ്ങൾ ഇടണ്ട പറയുക ഇടയിലുള്ളത്. ഇത് ഇങ്ങനത്തെ. ഓക്കെ, സോ ഹിയർസ് ആൻ ഓവർസൈസ്ഡ് പാന്റ് ഫോർ യു. അതിന്റെ കൂടെ പേര് ഓവർസൈസ്ഡ് ടീഷർട്ട്. ഇത് ചലഞ്ച് ആണ്. നിങ്ങൾ ഇതും കൂളിംഗ് ഗ്ലാസും നീ എന്നെ കോമാളിയാക്കാനാണ് നീ ചെയ്യുന്നത്. ഞാൻ നിന്നെ ക്യൂട്ടാക്കാൻ വേണ്ടി നോക്കും. എനിക്ക് എൻ്റെ കുട്ടി മനസ്സിൽ ഇങ്ങനെ നല്ല ചന്തത്തിലൊക്കെ ഇരിക്കണമെന്നുണ്ട്. എനിക്ക് എൻ്റെ അമ്മ കുറച്ച് കൂൾ എസ്തറ്റിക് ഔട്ട്ഫിറ്റ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇങ്ങനെയാ? ഇതാണ് കൂൾ ഔട്ട്ഫിറ്റ്, ഓവർസൈസ്ഡ് ഡ്രസ്. ഇല്ല ഗൈസ്, അമ്മ പെടും. എന്നിട്ട് നമ്മൾ രണ്ടാളും ഈ ഡ്രസ് ഇട്ടിട്ട് ഇത് കോമാളിയല്ല. താഴെ കമന്റ് ഇടണം, അമ്മ ഈ ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ അത് കോമാളി പോലെ ഉണ്ടോ, അതോ അമ്മ ഭയങ്കര കൂൾ ആയിട്ടുണ്ടോ, യങ് ആയി തോന്നുന്നുണ്ടോന്ന്. ജിമ്മിനൊക്കെ പോകുന്നതുകൊണ്ട് അമ്മ നല്ല ഒരു ഫിറ്റ് വുമൺ ആണ്. അതുകൊണ്ട് അമ്മക്ക് ഈ ഡ്രസ്സ് നല്ല സ്യൂട്ടാവും. എന്നാൽ നാളെ തൊട്ട് അമ്മ ഓഫീസിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സായിരിക്കും പപ്പ ഇടുക. ഓക്കെ, റെഡി? നമുക്ക് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യാം.
1 2 3 go. ഗൈസ് ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പൊ ഞാൻ അമ്മ ഇതന്നെ മോണോ. എങ്ങനെയുണ്ടല്ലോ വെറൈറ്റി ഔട്ട്ഫിറ്റ് ആദ്യമായിട്ടിട്ടപ്പോ? ശരിക്കും ഒരു കോമാളി. അയ്യോ എനിക്ക് ഞാൻ സീരിയസ്ലി പറയാം, അമ്മ ഒരു 10-15 വയസ്സ് കുറഞ്ഞ പോലെ എനിക്ക് ശരിക്കും കയ്യിലൊക്കെ ഞാൻ എന്റെ ഫുള്ളൊക്കെ നമ്മുടെ രണ്ടാളുടെ സർക്കസിൽ കോമാളി. ഈ ശരിക്കും സീരിയസ്ലി അമ്മ നല്ല കൂൾ ലുക്കായിട്ട്. ഞാൻ വിചാരിച്ചില്ല അമ്മക്ക് ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ് സ്യൂട്ടാണ്, കാരണം അമ്മ ഇട്ടിട്ട് ചുറ്റും നല്ല രസമുണ്ട് അമ്മ. ഞങ്ങൾ ഇനി ഇത് മുതൽ ഇങ്ങനെയായിട്ട് ഇങ്ങനെയല്ലേ പറയുള്ളൂ. ഗൈസ് നിങ്ങൾ സീരിയസ്ലി കമൻറ്റ് ഇടണം. രസമില്ലെങ്കിൽ അമ്മോട് പറയും ആൻറ്റിക്ക് ഇത് മാച്ച് ആവുന്നില്ല, സത്യസന്ധമായി പറയാം. പക്ഷെ രസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സത്യസന്ധമായി പറയണം. കുറേ ഞാൻ അമ്മനിങ്ങനെ കൊള്ളാലും നല്ലൊരു ചിക്ക് അങ്ങനെയാണ് എനിക്ക് കൊള്ളാമോ. ഇനി ഇങ്ങനത്തെ ഒരു ചലഞ്ചിന് ഞാൻ വരില്ല, നിന്നെ വിശ്വസിച്ച് ഞാൻ വരും. ഗൈസ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ വീട്ടിൽ ഇങ്ങനത്തെ ചലഞ്ച് വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളുടെ ഔട്ട്ഫിറ്റ്സ് നിങ്ങൾക്ക് നേരെ കാണിച്ചിട്ട് നമുക്ക് എന്താ അമ്മനെ പറ്റി പറയാനുള്ളത്? ഒന്നുമില്ല, ഗൈസ് എനിക്ക് അമ്മേനെ നല്ല ഇഷ്ടം. എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടയ്ക്ക് ഇടാറുള്ളതുകൊണ്ട് എനിക്ക് എന്നെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായമില്ല. പക്ഷെ അമ്മയുടെ ഡ്രസ്സ് നല്ല കൂളിംഗ് ഗ്ലാസ് ഒക്കെ ചോദിക്കുക. എന്താ ലുക്ക്? എത്ര വയസ്സുണ്ട്? 16 ആയാ? ശരി, നമുക്ക് ഫുൾ ഔട്ട്ഫിറ്റ് ലുക്ക് കാണാം. സോ ഗൈസ് എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഇട്ട കൂൾ മോമി ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? നിങ്ങളെ സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യണം. കാരണം അമ്മ ഭയങ്കര ഞാൻ കോമാളി പറയാം, പക്ഷെ അമ്മക്ക് എത്ര പറയാൻ മനസ്സിലായത് കൂൾ ഔട്ട്ഫിറ്റ് ആണെന്ന്. എന്താ പറയാനുള്ളത്? ഇപ്പം ഈ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് ഞാനല്ല പറഞ്ഞ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചതാണ്. അപ്പം ഇഷ്ടമുണ്ട് വെക്കാൻ. അല്ല, അപ്പോൾ ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഗൈസ് നമ്മളിനി അമ്മൻ്റെ ഈ ലുക്കിൽ എനിക്ക് റിയാക്ഷൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് അച്ഛമ്മൻ്റെയും പപ്പൻ്റെയും ചേച്ചിൻ്റെയും ഒക്കെ റിയാക്ഷൻസ് എടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി അവരുടെ റിയാക്ഷൻ കാണാം. എക്സൈറ്റഡ് ആണോ അവരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കാൻ? നീ പോടാ. നമുക്ക് അവർക്ക് റിയാക്ഷൻ കാണാം. അച്ഛമ്മ എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അച്ഛമ്മനെ കാണണം പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ട് അച്ഛമ്മനെ കാണണം പറഞ്ഞു. അതാ മുടി കളർ മാറ്റിയത് അറിഞ്ഞില്ല അല്ലേ? വാ ഇങ്ങോട്ട് വാ. എൻ്റെ ഒരു ഫ്രണ്ട്, അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ഫ്രണ്ടാണേ. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. വാ. വീട് ഇവിടെ പാലക്കാട് തന്നെയാണ്. അതാണ് എന്റെ സോഷ്യൽ മീഡിയ. അതാരാ നോക്ക്, അതാരാണ്? അറിയില്ലേ? നിങ്ങൾക്ക് അറിയും അതാരാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മ വേണ്ട. അതാരും ഓർക്ക് ഫ്രണ്ട് അറിയില്ല. ഓർക്ക പറ, അറിയില്ലേ? അറിയില്ല. കൈമാറ്റ്. മനസ്സിലായി. ആരാണ്? അമ്മ എങ്ങനെയുണ്ട്? 10-25 വർഷമായിട്ട് നിങ്ങളെ കണ്ട് മനസ്സിലായി. എങ്ങനെയുണ്ട് അച്ഛൻ അമ്മേനെ കാണാൻ? കണ്ടു പറഞ്ഞത് അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഫ്രണ്ട് കണ്ടിട്ടേ ഇല്ല. അമ്മ ഈ ലുക്കിൽ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ ലുക്കുണ്ട്. ഓരോരോ പ്രത്യേക ലുക്കല്ലേ. രസമുണ്ടോ? ഓരോരോ ഡ്രസ്സിനും രസമുണ്ടോ കാണാൻ? രസമുണ്ടോ? അമ്മ കരയണോ ചിരിച്ചിട്ട്? ഗൈസ് എൻ്റെ ചേച്ചി അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ വേണ്ടി ഹൈദരാബാദ് പോയിക്കാണ്. അപ്പം ആ ചേച്ചിയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെ ഒപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വീഡിയോ കോൾ ഇതൊരു സാധനം കാണിച്ചിട്ട് നേരെ നിൽക്കുന്നത്. സോ വീഡിയോ കോളിലൂടെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ കോൾ ഇതൊരു റിയാക്ഷൻ കാണാം. ഗൈസ് എൻ്റെ ചേച്ചിയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ടും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഹായ് പറ. അതെന്താ അവൾക്ക് പറഞ്ഞ പറയടി. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച കാണിച്ചരട്ടെ. കാഴ്ച കൈ നോക്ക്. റിംഗ് ലൈറ്റ് അടിച്ചപ്പോൾ അവർക്ക് വേറെ ഗ്ലാസ് പോലെ തോന്നി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി മാസ് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ഇപ്പം അയച്ചുതരാം.
ഒരു മിനിറ്റ്, ഈ ഫോട്ടോ എങ്ങനെയുണ്ട് നോക്കി, ഞാൻ പയച്ചുന്ന ഫോട്ടോ. കൂളിംഗ് ഗ്ലാസ് ഇല്ലാണെങ്കിൽ പിന്നെ ഓക്കെയാണ്. ഓ, കൂളിംഗ് ഗ്ലാസ് ഇടുമ്പോഴാട്ടെ ലുക്ക് വരുന്നത്. പോടി അസൂയ കയറി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നീ തന്നെ പണ്ടത്തെ ലുക്കായിരിക്കും ട്രൈ ചെയ്തല്ലേ? അല്ല, ശരി ബൈ, ഞാൻ വെക്കുന്നു. ഗൈസ്, അങ്ങനെ പപ്പ എത്തിയിട്ടുണ്ട്. നമുക്ക് പപ്പേനെ ഉള്ളിൽ കേട്ടാ. വരൂ വരൂ. ഹായ്. പപ്പക്ക് ഞങ്ങളോട് സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ മോഡൽ എവിടെ ഇരിക്കുന്നുണ്ടോ? ഒന്ന് എണീറ്റിക്കോ, എണീക്ക്. ആ പപ്പ തുറന്നോ, തുറക്ക്. എങ്ങനെയുണ്ട്? ഓൾവേസ് എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ്. കുഴപ്പമില്ല, എന്തായാലും. എങ്ങനെയുണ്ട് പറ? ഓവർ സൈസ് ടീഷർട്ടും പാൻറ്, ലൂസ് പാൻറ്റും, കൈയൊക്കെ നോക്ക്. കൂളിംഗ് ഗ്ലാസ് എപ്പോഴും ഇട്ട് കിടക്കണം. കണ്ട ഇത്ര സപ്പോർട്ടീവ് ഭർത്താവിനെ എവിടെ കിട്ടും? ഞാനും പറഞ്ഞു ഇങ്ങനെ ഇട്ട് നടക്കും, നല്ല രസം. കൂളിംഗ് ഗ്ലാസ് വേണ്ട, ബാക്കിയൊക്കെ ഇരുന്നു. ഓഫീസിൽ വരുമ്പോ കോട്ടൊക്കെ ആക്കുക, അല്ലാ സമയത്ത് ഇട്ട് കിടക്കുക. അല്ലാതെ വല്ല കുർത്തിയൊക്കെ ഇട്ട് വല്ല കുർത്തിയും ഷോളൊക്കെ വെച്ച് എന്തിനും ഇങ്ങനെ ഒരു ഭയങ്കര ഒരു അമ്മൂമ്മനെ പോലെ നടക്കണത്? യങ്ങായി നടന്നൂടെ? എന്താ കുഴപ്പം? എന്താണ്? വാട്ട് ഈസ് റോങ് ഇൻ? നല്ല രസമല്ലേ? നിങ്ങളുടെ അമ്മ കണ്ടിട്ടേ ആരാന്നേ മനസ്സിലാവണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ആരാ അത്. അച്ഛമ്മ തൊട്ട് മുമ്പിൽ നിന്നിട്ടേ അത്ര മാറിയമ്മ. ഓക്കെ, അപ്പോൾ അപ്പൊക്കെ സെറ്റ് അല്ലേ? എന്താ അല്ല, സൂപ്പർ ആയിട്ടില്ലേ? ഓ, നന്നായിട്ടുണ്ട്. എപ്പോഴും എന്താ എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്ത് പ്രതീക്ഷിക്കാമല്ലോ. അതാണ് ഈ വീട്ടുകാരുടെ കുഴപ്പം. എല്ലാവർക്കും അറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിപ്പോൾ അടിക്കുന്നത്. ഹാപ്പി ആയി അമ്മ, പപ്പ നല്ല രസമുണ്ട് പറഞ്ഞപ്പോൾ. സോ ഗൈസ്, ഔട്ട് ഓഫ് 10 നിങ്ങൾ അമ്മേനെയും റേറ്റ് ചെയ്യുക, ഇനിയും റേറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആൻഡ് ലുക്കൊക്കെ കയ്യിലൊക്കെ കണ്ട സിംഗം. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ കൂടെ നല്ല സൂപ്പർ ചാലഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അമ്മ ഇതുപോലെ എല്ലാ ചാലഞ്ചസിനും പങ്കെടുക്കുന്നതായിരിക്കും അല്ലേ? ഇനി ഇങ്ങനത്തെ പരിപാടിക്കില്ല കേട്ടോ. കൂളിംഗ് ഗ്ലാസും ഡ്രസ്സൊക്കെ പറയുമ്പോൾ ഫുൾ ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. എന്തോ വലിയ സംഭവം പറഞ്ഞിട്ടാണ് ഇരിപ്പ് ഇപ്പോൾ. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തിട്ട് പെട്ടെന്ന് തന്നെ അധികം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുണ്ട്. ശരി. അപ്പോൾ ബൈ ഗൈസ്.